ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. 2.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഇത് ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് തിരുമി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിരുമണം, എന്നാൽ മാത്രമേ ഉപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കത്തുള്ളൂ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഇനി സവോളയൊക്കെ വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 സവോള അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നടുവേ പിളർന്നത്, അതുപോലെ സർവ്വസുഗന്ധിയുടെ ഇല ഒരു 6 എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വലിയ കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി, ഇത്രയും നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും, അതുപോലെ കറിവേപ്പില, ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത്. വേണമെങ്കിൽ നെയ്യും ഉപയോഗിക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ആദ്യമേ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നന്നായിട്ടൊന്ന് പൊള്ളി കിട്ടത്തുള്ളൂ. നല്ലപോലെ പൊള്ളിയതിന് ശേഷം ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. സർവ്വസുഗന്ധിയുടെ ഇലയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേറെ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇതിനുണ്ട്. ഇതിൻ്റെ കായാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇലയാണേലും മതി. നമ്മളിപ്പോൾ അത് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. അത് മാത്രം ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സവോള വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് സവോള നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മല്ലിപ്പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂണൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാ വറ്റൽമുളകും അതുപോലെ തന്നെ പിരിയൻ മുളകും കൂടി ചേർത്ത് നമ്മൾ ഈക്വൽ റേഷ്യോയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എരിവ് വളരെ കുറവാണ്. ഇത്രയും ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിനി പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരിട്ട് തന്നെ അരപ്പാക്കാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ഇത്രയും വെള്ളം നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അരപ്പിലേക്ക്. അത്യാവശ്യം ചിക്കൻ എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചാറാക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 കിലോ ചിക്കനുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് മറിഞ്ഞ് വരണം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗ്രേവി ആക്കണ്ട, കാരണം ചിക്കൻ വേവുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ എന്തോരം ചിക്കനാണോ ഉള്ളത് അത് കവർ ചെയ്ത് നിൽക്കുന്നത്ര ഒന്ന് ചാറാക്കുന്നുണ്ട്. ഇത് ഇത്രയും ഗ്രേവി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഗ്രേവിയിലേക്ക് ചിക്കൻ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ
ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഗ്രേവി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി ഇതുപോലെയാണ്. നമുക്ക് അതൊന്ന് കവർ ചെയ്ത് വരുന്ന പോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ചിക്കൻ്റെ മേലെ നിൽക്കുന്ന പോലെ ഗ്രേവി ആക്കിയിട്ടില്ല. ചിക്കൻ്റെ ഒപ്പം തന്നെ ഗ്രേവിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി തവി വെച്ച് നമുക്കിതെല്ലാം ഒന്ന് ചാറിൽ മുങ്ങിക്കിടക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ചിക്കനെല്ലാം ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന പോലെ നമ്മൾ തവി വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കന് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത ചാറിനേക്കാളും ചാറിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ചാറാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചാറാക്കാനായിട്ട്. ഇതിപ്പോൾ പാകത്തിന് തന്നെ നമുക്ക് ചിക്കന് ചാറ് കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് പറ്റിച്ചെടുത്താൽ മതി. ചിക്കൻ വേവാനായിട്ട് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. കണ്ടില്ലേ, ചിക്കന് വീണ്ടും കുറച്ചുകൂടി ചാറായിട്ടുണ്ട്. ഇതുപോലെ ഇത് ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ചാറാണ് കേട്ടോ. ഇതിനി നല്ലപോലെ ചാറ് ചെറുതായിട്ടൊന്ന് പറ്റി വരണം. മാത്രമല്ല നല്ലപോലെ ഒന്ന് എണ്ണ തെളിയുന്നതും കൂടിയാണ് പാകം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചിക്കൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒട്ടും പൊടിഞ്ഞു പോകുമോ ഒന്നും ചെയ്യില്ല. എന്നാൽ നല്ലപോലെ വറുത്തെടുത്ത ഒരു ചിക്കൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ വഴറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ചിക്കൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒട്ടും പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ ചിക്കന് നല്ലൊരു ബലം കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചാറ് പറ്റിച്ചെടുക്കണമെങ്കിൽ പറ്റിച്ചെടുക്കുക. നമ്മളിപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഒരു പിടി മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി പുതിനയില ചേർത്ത് കൊടുക്കാം. ഒരു പിടി പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിനുള്ള ചാറ് നമ്മളിപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി പറ്റിക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ചാറ് നന്നായിട്ടൊന്ന് കുറുകി വന്നോളും. ഇതങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അത്രയ്ക്ക് ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. എന്നാൽ ചിക്കൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ല. ഗ്രേവിക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ്. നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്താൽ മാത്രം മതി. ആവശ്യത്തിന് ചാറൊക്കെ പറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ അങ്ങനെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ചാറ് ഉരുളിയുടെ ചൂടടിച്ച് പറ്റി വരുന്നതാണ്. ഇന്ന് നമ്മൾ ഈ കപ്പ പുഴുക്കിൻ്റെ കൂടെയാണ് ചിക്കൻ കറി കൂട്ടാനായിട്ട് പോകുന്നത്. കപ്പയും ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണല്ലേ. ഇത് ഇഷ്ടമല്ലാത്തവരാരും കാണില്ല. ഇത് നമ്മുടെ അടിപൊളി ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കല്ലേ. വിലയേറിയ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.